എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ആഗ്രഹം സമൃദ്ധമായ ജീവിതമാണ്. ആരുടെയും മുമ്പിൽ കൈമലർത്താതെ, ആവശ്യങ്ങൾ പങ്കുവെക്കാതെ, സ്വയം പര്യാപ്തമായ നിലയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആഗ്രഹവും സ്വപ്നവും. എന്നാൽ ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ, സീസണുകളിൽ നാം ചില വരണ്ടുണങ്ങിയ ക്ഷാമത്തിൻ്റെ മരുഭൂമി സമമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എന്നാൽ ഓർക്കൂ, ആ സന്ദർഭങ്ങളിലും ദൈവം കരുതുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളിൽ നിങ്ങളെ സഹായിപ്പാനും പോഷിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുക. നമ്മുടെ ദൈവം നമ്മളെ മറക്കുന്നില്ല, ഒരു നാളും നമ്മെ കൈവിടുന്നില്ല. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ നീണ്ട 40 വർഷത്തെ മരുഭൂമിയിലെ യാത്രയും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ദൈവം അവരെ കരുതിയ കരുതലുകളും വേദപുസ്തകത്തിൽ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചിട്ടില്ല, കാലിലെ ചെരുപ്പ് പഴകിയിട്ടുണ്ട്. എത്ര അത്ഭുതകരമാം വണ്ണമാണ് ദൈവം അവരെ പരിപോഷിപ്പിച്ചത്. സമൃദ്ധമായിട്ടാണ് ദൈവം അവരെ നടത്തിയത്. യാത്ര ചെയ്യുന്നത് വരണ്ടുണങ്ങിയ കാലാവസ്ഥ നിറഞ്ഞ മരുഭൂമിയിലൂടെയാണെങ്കിലും അവരുടെ വസ്ത്രത്തിനോ ശരീരത്തിനോ കേടുപാടുകൾ സംഭവിക്കാതെ, അവർക്ക് അന്നന്ന് ആവശ്യമുള്ള ആഹാരവും അവർക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുമുള്ള വഴികളും ദൈവം അപ്പോൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ അനുഭവം നമുക്ക് ഒരു ചൂണ്ടുപലകയാണ്. നമ്മുടെ ജീവിതയാത്രയിലും ദൈവത്തിന് ഇതുപോലെ കരുതുവാൻ കഴിയും, സഹായിപ്പാൻ കഴിയും. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം നമ്മെ കൈവിടുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിക്കേണ്ട സ്നേഹിതരിൽ ആരെങ്കിലും ഒരു വലിയ ഞെരുക്കത്തിൻ്റെ സീസണിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ വചനത്തിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാം, വിശ്വസിക്കാം, ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.